സെലിബ്രിറ്റീസ് അവരുടെ ഷെയർ, അതായത് അവർക്ക് കിട്ടേണ്ട വലിയ കൂലി എന്ന് വെച്ചാൽ അവർക്ക് ഒരു സിറ്റിങ്ങിന് ഒരു സെലിബ്രിറ്റി ആയിട്ട് ആ ഉൽപ്പന്നത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി അവർ കാണിക്കുന്ന ആ മാമാങ്കത്തിന് അവർക്ക് ഇത്ര ലക്ഷം, ഇത്ര കോടി, അല്ലെങ്കിൽ ഇത്ര ആയിരം എന്ന് പറഞ്ഞ്, അതായത് സെലിബ്രിറ്റിയുടെ റാങ്ക് അനുസരിച്ചായിരിക്കും അവരുടെ ഈ പ്രൈസ് അവർക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ഫിക്സ് ചെയ്തു. ഓർമ്മിക്കണം, ഈ ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദന ചെലവ് അതിൻ്റെ കൂടെ 30% കൂടി ചേർത്ത് ആണ് വിൽപ്പന വില സാധാരണ രീതിയിൽ നിശ്ചയിക്കുക. ഇതൊക്കെ നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഈ നിയമങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് ഉൽപാദന ചെലവ് വളരെ കൂടുതലായിട്ട്, ഉൽപാദന ചെലവിനേക്കാൾ വളരെ കൂടിയ വില നിശ്ചയിച്ച് വിൽക്കുന്നവരും ഉണ്ടാകാം. ചില ഉൽപ്പന്നങ്ങളൊക്കെ അതിന് പര്യാപ്തമായ ഉൽപ്പന്നങ്ങളുമായിരിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ 10-30% വില കൂട്ടിയിട്ടാണ് സാധാരണ വില ഫിക്സ് ചെയ്ത് വിൽപ്പന നടത്തുക. അങ്ങനെ നടത്തുന്നവർക്ക് 30% കൂട്ടിയിട്ടാലും അയാളുടെ ആ ബിസിനസ്സിൽ തുടർന്നു പോകാനുള്ള ലാഭം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്ന് 50% കിഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ താഴ്ത്തി ഈ ഉൽപ്പന്നം വിൽക്കുന്നു എന്നർത്ഥം. അതിൻ്റെ കൂടെ തന്നെ 30 കോടി ഓഫർ, സമാന ഓഫർ, അല്ലെങ്കിൽ 2 കോടി ഓഫർ, അതും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഏറ്റവും വില കൂടിയ കാറുകൾ തൊട്ട് താഴേക്കിടയിലുള്ള ഒരുപാട് സമ്മാനങ്ങളുടെ ഒരു പരമ്പര തന്നെ അഡ്വർടൈസ് ചെയ്യുക. എങ്ങനെ ഇതിന് സാധിക്കും ഒരു ഉൽപ്പാദകന്?